സൗദി പ്രവാസികളുടെ മഹോത്സവമാകാൻ പോകുന്ന ഹലാജിത്തയ്ക്ക് തുടക്കമായി. ജിദ്ദയിലെ റിഹൈലിക്കടുത്ത ദി ട്രാക്കാണ് ഹലാജിത്ത കാർണിവലിന്റെ വേദി. 100ഓളം കലാകാരന്മാരും 100ലേറെ പരിപാടികളുമായി വൈവിധ്യമാർന്ന ദൃശ്യശ്രാവ്യ വിരുന്ന് ഹലാജിത്ത പ്രവാസികൾക്ക് സമ്മാനിക്കും. സൗദി മന്ത്രാലയത്തിലെ ഉന്നതരും ഇന്ത്യൻ കോൺസുൽ ജനറലും പരിപാടിയിലെത്തും. മത്സര പരിപാടികളാണ് തുടങ്ങിയത്. രാത്രിയിലാണ് ഔദ്യോഗിക ഉദ്ഘാടനം. ജിദ്ദയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. സൗദിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ ടെലിവിഷൻ ചാനൽ ഒരുക്കുന്ന കാർണിവൽ, അതായത് ഹലാജിത്തക്ക് ഔദ്യോഗികമായി ജിദ്ദയുടെ മണ്ണിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് വിവിധ കലാപരിപാടികളോട് കൂടി ഹലാജിത്തക്ക് തുടക്കം കുറിച്ചത്. അതിന്റെ നഗരിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിലേക്ക് നാട മുറിച്ചുകൊണ്ട് നമ്മുടെ മീഡിയ വൺ CEO റോഷൻ കക്കാട്ടാണ് ഹലാജിത്തയുടെ ആദ്യ ഭാഗം തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ ഏതാണ്ട് വിവിധ കലാപരിപാടികളുമായി ഹലാജിത്തയുടെ നഗരി നിറയും. ഹലാജിത്തയുടെ നഗരിയിലെ പ്രധാനപ്പെട്ട പരിപാടികൾ ഏതാണ്ട് 4 ഭാഗങ്ങളിലായിട്ടാണ് നടക്കുന്നത്. വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായ കലാവിരുന്നുകളുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഹലാജിത്തയുടെ ഭാഗമായിട്ടുള്ള ചെണ്ടമേളത്തോട് കൂടിയിട്ടുള്ള അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കലാപ്രകടനങ്ങളാണ്. ഇന്ന് വൈകുന്നേരം 6 മണി വരെ ഈ കാണുന്ന രീതിയിൽ തന്നെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഹലാജിത്തയിൽ ഉണ്ടാകും. നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്നത് നമ്മുടെ വിവിധ സ്റ്റേജുകളിലായിക്കൊണ്ടാണ്. ഈ കാണുന്നത് പോലെ പ്രധാനപ്പെട്ടൊരു വേദി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വേദിയിൽ വെച്ചാണ് ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ ഏതാണ്ട് രാത്രി 12 മണി വരെ നീളുന്ന കലാപരിപാടികൾ നടക്കുക. 2 ബാൻഡുകളാണ് ലൈവ് ഷോയുമായി ഇവിടേക്ക് എത്തുന്നത്. 2 ലൈവ് ഷോകളുമായി 12 മണി വരെ തുടരും. സമാനമായ രീതിയിൽ നാളെയും പരിപാടികൾ ഉണ്ടാകും. വൈകിട്ട് 6 മണിയോട് കൂടിയാണ് മീഡിയ വൺ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച അവാർഡ് വിതരണം ആരംഭിക്കുക. 6 മണിക്ക് അത് ആരംഭിക്കും. സൗദി വാർത്താ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ഹുസൈൻ എസ് അൽ ഷമ്മരിയാണ് അതിന്റെ വിതരണ ചടങ്ങ് ഉദ്ഘാടനം കുറിക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നും കോൺസുൽ ജനറൽ പ്രത്യേക അതിഥിയായിക്കൊണ്ട് ഹലാജിത്തയിലേക്ക് എത്തുന്നുണ്ട്. ഈ തരത്തിൽ ഇന്ത്യൻ ജനതയുടെ വലിയൊരു ആഘോഷമായി ഹലാജിത്ത മാറും. ഇപ്പോൾ വലിയ തിരക്കോട് കൂടി ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുരോഗമിക്കുന്നത് നേരത്തെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആളുകളുടെ വിവിധ മത്സരങ്ങളാണ്. വൈകുന്നേരം 6 മണിയോട് കൂടിയാകും ഹലാജിത്ത എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട പൂരനഗരി അതിന്റെ പൂർണ്ണമായിട്ടുള്ള ശേഷിയിലേക്ക് എത്തുക. ഏതാണ്ട് 10,000-ലധികം ആളുകൾ ആദ്യ ദിനം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലാണ് ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുള്ളത്. നമ്മുടെ 2 പ്രധാന കാറ്റഗറിയിലെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ ജനകീയമായി ജിദ്ദ ഹലാജിത്തയെ ഏറ്റെടുത്തിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ ഹലാജിത്ത നഗരിയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കും. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം വിവിധ മത്സര പരിപാടികളും തത്സമയം ഈ നഗരിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്.